ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു സ്ട്രെയിറ്റ് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ സ്റ്റോറി ലൈനിലാണ് പോകുന്ന എപ്പിസോഡ് വൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആ വഴി പോയപ്പോൾ നമ്മുടെ ഒരു ചൈനീസ് മാഫിയ ഗ്യാങ് ആയ 14K ട്രയഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ ആക്ച്വലി കിഡ്നാപ്പ് ചെയ്തിപ്പോൾ എവിടെയോ കൊണ്ടുവന്നിക്കുവാണ്. അവരുടെ ഗാർഡ്സാണ് ഗൈസ് പുറത്ത് നിൽക്കണമെന്ന് വെച്ചാൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ ഫേസ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ബിക്കോസ് അവർ ഫുള്ള് മാസ്ക്ഡ് ആണ്, ഫുൾ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പിലാണെന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു റൂമിൽ തന്നെ അവർ ഇത്രയും ഗാർഡ്സിനെ വെച്ചിട്ടാണ് നമ്മളെ ഗാർഡ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ സംഭവമുണ്ട്. ഫ്രാങ്ക്ലിനാണെങ്കിൽ ഫുൾ ഇടിയും കൊണ്ട് മേലൊക്കെ ചോരയും മുഖമൊക്കെ വെറുതെ ഇല്ലാണ്ടായിരിക്കുന്നുണ്ട് ഗൈസ്. നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൺസും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട ഇവിടെ നിന്ന് എണീക്കുക. പക്ഷേ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണ് എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓർഡർ 10K ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ മെയിൻ ചാനൽസിലും വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഒട്ടും വൈകേണ്ട നേരെ ഇങ്ങോട്ട് പതുക്കെ എണീറ്റിട്ട് നടന്നു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ പതുക്കെ എണീറ്റിട്ടുണ്ട് ഗൈസ്. പക്ഷെ നടക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ ആ ഒരു ക്ഷീണം നല്ല രീതിയിൽ തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങി ഇത് ആ പുള്ളിനോട് സംസാരിക്കുക. ഗേറ്റ് ഓപ്പൺ ആണ്. ഹലോ സാർ, അപ്പോൾ എന്താണ് അടുത്ത പരിപാടി? ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്ക് നേരെ മുകളിലോട്ട് പോകണം, അവിടെ ബോസ് വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. നമുക്കൊരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് കയോപെറിക്കോ ഐലൻഡിലാണെന്നാണ് പുള്ളി പറഞ്ഞത് ഗൈസ്. അപ്പോൾ പുറത്തോട്ട് ചെന്നാൽ മാത്രമാണ് നമുക്ക് എന്തൊക്കെ ആയിരുന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ് പുറത്തോട്ട് വഴി കാണിച്ചിട്ട് എന്തൊക്കെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. പക്ഷേ പുള്ളി എന്തായാലും ആ വഴി നടക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. നമുക്ക് പുള്ളീനെ പതുക്കെ ഫോളോ ചെയ്യാം. പുള്ളി നടന്ന് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പതുക്കെ ഫോളോ ചെയ്ത് പോവാം. എവിടെ നിന്ന് ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എൻ്റെ മോനെ, അത് ലാമറിനെയാണ് അവിടെ വിട്ട് ഇടിക്കുന്നത്. നമ്മുടെ എല്ലാവരും അവന്മാർ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തോ സ്കീം ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പുള്ളിയുടെ പുറകെ പോവാം. പുള്ളി എനിക്ക് റൈറ്റാണ് പോയെന്ന് തോന്നുന്നു. റൈറ്റിലാണ് ഗാർഡ്സ് ഇരിക്കണം. അപ്പോൾ ഈ വഴിയായിരിക്കും പോയത് ഗൈസ്. പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പുറത്ത് പോവാം. പുറത്തായിരിക്കും ബാക്കി കാര്യങ്ങളുള്ളത് ഗൈസ്. അപ്പോൾ ആ പുള്ളി നടന്ന് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളീനെ ഫോളോ ചെയ്ത് പോവാം. എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ എൽ റൂബിയോൻ്റെ മെയിൻ മാൻഷനാണ് നമ്മുടെ കയോപെറിക്കലുണ്ട്. അത് ഫുള്ള് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, ഇവിടെ ഫുള്ള് ഉമ്മാർ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പതുക്കെ പുറകെ അങ്ങോട്ട് വിടാം. ഓക്കെ, ആ പുള്ളി നടന്നങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിരിക്കും തോന്നുന്നത് മിക്കവാറും പുള്ളി ഇരിക്കുന്നത്. ഇനി എൽ റൂബിയോ ആണ് ഇതിൻ്റെ പുറകെ. നമുക്ക് ഒരു ഐഡിയ ഇല്ല. മുകളിൽ ചെല്ലുമ്പോൾ മാത്രമാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷേ താഴെ ലാമർ കയറുന്ന ഇടി കൊള്ളാണ് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്തൊരു പ്രശ്നമായി പോയി. നമുക്ക് പതുക്കെ നടക്കാതെ പുള്ളി ആ വഴി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിരിക്കും മിക്കവാറും ആളുള്ളത് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പോയി സംസാരിച്ച് വെക്കാം. എന്തെങ്കിലും വലിയ എന്തോ സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവേണ്ട ചാൻസ് ഇല്ല. ബിക്കോസ് നമ്മുടെ അടുത്ത് തന്നെക്ക് പോകാനുള്ള സ്കീമാണ്. നമുക്ക് എന്തായാലും പതുക്കെ മുകളിലോട്ട് നടന്ന് പോയേക്കാം. അവിടെയാണ് എൽ റൂബിയുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. നമുക്ക് പണ്ടത്തെ ഓർമ്മയിൽ അതാണ് സത്യം. പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ഇതായിരിക്കും റൂം കേട്ടോ. നമുക്ക് എന്തായാലും ഈ പുള്ളീനോട് ഒന്ന് ചോദിച്ചു നോക്കാം. സാർ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണോ കയറേണ്ടത്? അപ്പോൾ കഴിച്ച പുള്ളി പറഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് തന്നെയാണ് കയറേണ്ടത്. അവിടെ ബോസ് വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കയറിക്കോളാനാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ആ ചൈനീസ് ബോസ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിയായിട്ട് സംസാരിച്ച് നോക്കാം. എന്താ കാര്യം നോക്കാം. ഇത് സാർ, അപ്പോൾ എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നത് കാര്യങ്ങളൊക്കെ? അപ്പോൾ ഗൈസ് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആക്ച്വലി ഒരു വലിയ സിൻഡിക്കേറ്റിൻ്റെ ഒരു മെമ്പറാണ്. ആ സിൻഡിക്കേറ്റിൻ്റെ പേരാണ് 14K ട്രയഡ്. അവിടെയായിരുന്നു ഈ റഷ്യൻ മാഫിയൊക്കെ അതിൻ്റെ മെമ്പറായിരുന്നു. പക്ഷേ നമ്മളാണ് ആക്ച്വലി റഷ്യൻ മാഫിയനെ മാർട്ടിമെഡ്രാസോന് വേണ്ടി കൊന്നത്. മാർട്ടിമെഡ്രാസോവും ആ ഗ്യാങ്ങിൻ്റെ ഒരു മെമ്പർ തന്നെയായിരുന്നു പണ്ട്. പക്ഷേ പിന്നെ പുള്ളി തെറ്റിത്തിരിഞ്ഞ് പോയതാണ്. അതിൻ്റെയൊക്കെ പ്രതികാരമായിട്ടാണ് ഇത് വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത് പുള്ളീന് മാർട്ടിമെഡ്രാസോനെ അൾട്ടിമേറ്റ്ലി വേണം. അതിന് മുമ്പ് കുറേ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്. അത് ഓരോ കാര്യങ്ങളായിട്ട് പുള്ളിയുടെ ഒരു അസോസിയേറ്റ് നമ്മുടെ ലോസ് ആൻഡോസിൽ വെച്ച് കാണും. പുള്ളിയായിരിക്കും നമ്മളെ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ്. അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ലാമറിനെ പിടിച്ച പോലെ മൈക്കിളിൻ്റെ ഫാമിലീനെ അവർ ഓൾറെഡി പിടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ എല്ലാവരെയും പിടിച്ചില്ലെങ്കിൽ എന്തായാലും ലോസ് ആൻഡോസ് ഫുള്ള് നശിപ്പിക്കും. നമ്മുടെ ഗ്യാങ് ഫുള്ള് തീർത്ത് കളയുമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. മര്യാദയ്ക്ക് ഇന്നാൽ നമുക്ക് രക്ഷപ്പെടാം എന്നാണ് പുള്ളി നമുക്ക് എന്നേക്കുന്ന ഓഫർ. അതുകൊണ്ട് മാത്രം നമുക്കിപ്പോൾ തിരിച്ചു പോകാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ തിരിച്ചു പോയേക്കാം. അത് മാത്രമല്ല എൽ റൂബിയോ വരെ നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളീനെ പോലും തോക്കിൻ്റെ മുന്നിൽ നിർത്തിയേക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രയും ഇഷ്യൂ ആണ് ഇതിപ്പോൾ. ഫുള്ള് കയോപെറിക്കോ ഫുള്ള് ഇവർ കയ്യേറിയേക്കുവാണ്. ഇവർ വേറെ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നും കൂടിയാണ് പറഞ്ഞത്. വേറെന്തോ വലിയ സെറ്റപ്പ് എന്തോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് ലോസ് ആൻഡോസിൽ ഉടനെ ചെല്ലണം. അതൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. നമുക്കൊന്നും പേടിക്കണ്ട. ഇവരുടെ ബോട്ടിൽ അങ്ങോട്ട് പോകാം എന്നാണ് പുള്ളി പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ലോസ് ആൻഡോസിലോട്ട് പോകാം. ലോസ് ആൻഡോസ് ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബ്ലാക്ക് വാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ വാനിൻ്റെ ബാക്കിൽ കയറിക്കോ.
ആ വഴിയായിരിക്കും നമ്മൾ പോണേന്നാണ് പുള്ളി പറഞ്ഞത്. ബിക്കോസ് നമ്മൾ എന്താണ് ഇവിടെ ചുറ്റും നടക്കണതെന്ന് പുള്ളി കാണിക്കത്തില്ല എന്നും കൂടി പറഞ്ഞു. നമ്മളെന്തായാലും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും പുള്ളി കൊണ്ടുപോകുന്നതെന്നും കൂടി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നേരെ പുറത്തോട്ട് അങ്ങോട്ട് നടന്നേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് പുറത്തോട്ട് പോകേണ്ട ഗൈസ്. അപ്പോൾ ഈ മാൻഷൻ ഫുള്ള് നമ്മുടെ 14K ട്രയർ എന്ന് പറഞ്ഞ ഗ്യാങ് ഫുള്ള് ഇത് ടേക്ക് ഓവർ ചെയ്തേക്കാണ്. ഇതൊക്കെയാണ് അവരുടെ വണ്ടികൾ, അതൊക്കെയാണ് അവർ ഇവിടെ ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബോസിൻ്റെ മാത്രം വണ്ടിയാണ്, ബാക്കി 2 വണ്ടികളൊക്കെ എൽ രൂപയുടെ എൻ്റെ വണ്ടികളായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരിക്കും കേട്ടോ ആ പറഞ്ഞ ബ്ലാക്ക് വാൻ. ഇവിടെയാണെങ്കിൽ ഫുള്ള് ഗാർഡ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു രീതിയിൽ നമുക്കൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അറ്റാക്ക് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകണം. ഇവിടെ ആക്ച്വലി ചെറിയൊരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്, ഫ്ലൈറ്റിലൊന്നും അല്ല. നല്ല സമയം എടുക്കും മിക്കവാറും ലോസ് ആൻഡോസ് എത്തുമ്പോൾ. പക്ഷേ ഇത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഗൈസ്. നമുക്ക് ഒരു രീതിയിൽ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെ രക്ഷപ്പെടുന്നു, ലെസ്റ്ററിന് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ YCTയിലെ നമ്മുടെ ഗ്യാങ്ങിനെ കുറിച്ച്, അവരെ അങ്ങോട്ട് തിരിച്ചു വിടണം. വെച്ചാൽ വേറൊരു മെയിൻ ബോസ് നമുക്ക് വരാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ അതെന്തായാലും കൊണ്ടുവരാണ്ട് എനിക്ക് തോന്നണല്ലോ എൽ റൂബിയോനെയും നമ്മുടെ ഗ്യാങ്ങിനെയും തിരിച്ച് രക്ഷപ്പെടുത്താം. ബിക്കോസ് എല്ലാവരും ഇവരുടെ കസ്റ്റഡിയിലാണ്. ഇനി ആരൊക്കെ ഇവരുടെ കസ്റ്റഡിയിലാക്കുന്നു പോലും നമുക്കറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഗാർഡ് എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും വണ്ടിയിൽ പോയി നൈസായിട്ട് കയറിയേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ എന്തായാലും ബാക്കിൽ പോയി കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് ഒരു ഗാർഡും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പുള്ളി ആയിരിക്കും വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഇത് ഫുള്ളി ബ്ലാക്ക് ടിൻ്റ് അടിച്ച് വെച്ചേക്കാണ്, നമ്മൾ പുറത്തോട്ടൊന്നും കാണരുത് എന്നുള്ള രീതിയിലായിട്ട് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മൾ ലോസ് ആൻഡോസ് എത്തിയിട്ട് ലെസ്റ്ററിനെ കണ്ടിട്ട് നമ്മുടെ മാലിബു റോയൽ ഫാമിലിയുടെ കാര്യം ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ഇങ്ങോട്ട് നമ്മുടെ സിറ്റിയിലോട്ട് വരുത്താനുള്ളൊരു പരിപാടിയാണ് ഗൈസ്. ബിക്കോസ് നമുക്കെന്തായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കേസാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് സെറ്റപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകണം നമുക്കൊരു ഐഡിയ ഇല്ല. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ആ ലൊക്കേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അവർ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടേക്കല്ല കൊണ്ടുപോകുന്നത്, ആക്ച്വലി കൊണ്ടുപോകുന്നത് എന്തോ ബോട്ടിൻ്റെ അങ്ങോട്ടേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മാലിബു റോയൽ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് അല്ലാണ്ട് നമുക്കിത് രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല ഗൈസ്. ബിക്കോസ് ഇവർ അത്രയും സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചേക്കാളും അപ്പുറമാണ് ഇവർ സംഭവങ്ങൾ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇവർക്ക് വേറെ എന്തൊക്കെയോ വരുന്നുമുണ്ട്. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടേ, വണ്ടി ഇങ്ങോട്ട് വളയുന്നുണ്ട് ഗൈസ്. ഞാനല്ല ഓടിക്കുന്നത്, നമുക്കിത് അകത്തിരുന്ന് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി പോകുന്നത് ഇവിടുന്ന് കാണാം. ഇപ്പോൾ ഈ പുള്ളി എങ്ങോട്ടോ കൊണ്ടുപോയി ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഫുള്ള് ഗാർഡ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം, വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ആ ഷിപ്പിൻ്റെ അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. ഇവിടെ ഏതൊരു ബോട്ട് കിടക്കുന്നുണ്ട്. ഇയാൾ ഇവിടെയും വരെ ആക്കി തന്നു. എന്തായാലും ഇവിടെ ഫുള്ള് ഗാർഡ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു രീതി നമ്മുടെ തോക്ക് പോയിട്ട് ഒന്നുമില്ല, ഒരു പെച്ചാത്തി പോലും നമ്മുടെ ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണെന്ന് തോന്നിട്ട് ആ ബോട്ട്, നമുക്ക് ആ ബോട്ടിൽ കയറിയാണ് രക്ഷപ്പെടാനല്ല നമ്മൾ ലോസ് ആൻഡോസിലാക്കി തരും. അവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ വേറെ ഡീൽ ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ലെസ്റ്ററിനെ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പുള്ളിനോട് സംസാരിച്ചിട്ട് ഈ വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ബിക്കോസ് അല്ലാണ്ട് വേറെ വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഹലോ സാർ, അപ്പോൾ ഇതായിരിക്കും ആ ബോർഡിന് വിശ്വാസം. നമുക്ക് എന്തായാലും ലോസ് ആൻഡോസിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു അറ്റാക്ക് ബോട്ടാണ്. ഈ ബോട്ടിലല്ല പോകേണ്ടത്, അവിടെ മറ്റേ ഡോക്കിൽ വേറെ ബോട്ട് കിടക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് അവിടെ 2 ബോട്ട് വേറെ കിടക്കുന്നുണ്ട്. അതിലേതിലും ഒരെണ്ണം എടുത്തിട്ടാണ് പോകേണ്ടത്. ബിക്കോസ് ഇത് അറ്റാക്ക് ബോട്ടാണ്. ബിക്കോസ് അതിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക്കാണ് അവർക്ക് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണം അറ്റത്ത് ഒരു നിൽക്കണ്ട. എനിക്ക് ഇത് എന്ത് സാധനമാണെന്ന് മനസ്സിലാവണം ഗൈസ്. എനിക്ക് വേണം ഇതൊരു ടൈപ്പ് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്ക് വേണം എന്തോ ഒരു ടൈപ്പ് സമ്മറീനാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ് ആ കിടക്കുന്നത്. എന്താണ് അവർക്ക് ആവശ്യം, എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ അറിയും എന്താ സംഭവം എന്നൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ലോസ് ആൻഡോസിലെത്താം, എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റുള്ളൂ. ദിവസം അപ്പോൾ നമുക്കെന്നാൽ പോവാം. അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഓടിക്കാനാണ് പറഞ്ഞത്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഓടിക്കാനാണ് പറഞ്ഞത്. ബിക്കോസ് പുള്ളി ഓടിക്കുമ്പോൾ നമ്മൾ സൈഡിൽ നമ്മളെന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരിതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കയറാം. ഇതൊരു കിടിലം ബോട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ചാടാൻ പറ്റും നോക്കട്ടെ. ഓ ചാടി ഇവിടെ നിന്ന് നീന്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അതെന്തായാലും കൈ ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി കളിക്കാണ്ട് എൻ്റെ പൊന്ന് ഫ്രാങ്കിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറിയിട്ടുണ്ട്. ആ പുള്ളിയും വന്ന് കയറേണ്ടതാണ്, വന്ന് കയറിക്കോളുമായിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ ഈ ബോട്ട് എടുത്തുകൊണ്ട് പോയാലും നമ്മുടെ എൽ റൂബിയും കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ട് എടുത്തേക്കാം. ബോട്ട് ഓടിക്കുന്നത് കുറേ നാൾ
ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ അത്യാവശ്യം ദൂരമുണ്ട് നമ്മുടെ ലോസ് ആൻഡോസിലോട്ട്. അപ്പോൾ ഒട്ടും വഹിക്കേണ്ട, നേരെ നമ്മൾ ലോസ് ആൻഡോസിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലോസ് ആൻഡോസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പിയർ ഉണ്ട്, നമുക്കപ്പോൾ അവിടെ ഇറങ്ങാനാണ് പരിപാടി. നമ്മുടെ അടുത്ത് ഇടയ്ക്ക് വെച്ച് നീന്തി പോയിക്കോളെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ നീന്തി പോകേണ്ടതായിട്ടുണ്ട്, കരയിലോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ പുള്ളി ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വേണം തിരിച്ച് നമ്മൾ ലെസ്റ്ററിൻ്റെ അവിടെ എത്താണ്ട് ഗൈസ്. അപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം, എന്നിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഗൈസ്. നമുക്കതായത് ഇവിടുന്ന് ചാടാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, പുള്ളി നമ്മുടെ അടുത്ത് ചാടിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് എന്തായാലും ചാടിയിട്ട് പോവാം ഗൈസ്. ഇവിടെ നിന്ന് നല്ലൊരു ചാട്ടം ചാടി ഗൈസ്. നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ അത്യാവശ്യം കുറച്ച് ബോട്ടുകളും കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടതൊരു വണ്ടിയാണ്. മിക്കവാറും നമ്മളിവിടെ ടാക്സിയൊക്കെ ആയിരിക്കും പിടിച്ചിട്ട് പോകണേ, ബിക്കോസ് അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല പോകാൻ. ഓക്കെ ഗൈസ്, ഫ്രാങ്കിലിന് ഒട്ടും വൈകിട്ട് ഓടാൻ പോലും മര്യാദയ്ക്ക് പറ്റണില്ല. ആക്ച്വലി നമുക്ക് നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നേരെ ലെസ്റ്ററിനെ കാണാൻ പോകും. അവിടെ നമ്മുടെ GTR കിടക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നല്ല ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ ആ മഹീന്ദ്രയുടെ വണ്ടി തപ്പി പോയതാണ്, BA6. ആ വണ്ടിയും പോയി. അത് മാത്രമല്ല നോക്കി ഗൈസ്, അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു മീൻ പിടിച്ചൊരു പുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളിയുടെ വണ്ടിയായിരിക്കും. നമുക്ക് എന്തായാലും അതിപ്പോൾ തൽക്കാലം എടുക്കണ്ട, നമുക്കൊരു ക്യാബ് തന്നെ വിളിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയും കൂടി എടുക്കും. ഇനിയിപ്പോൾ ഇത് ആരുടെ വണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അയാൾ നമ്മുടെ പുറകെ തേടി വരും. അതിനേക്കാളും നല്ല നമുക്കൊരു ക്യാബ് വിളിക്കാൻ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം വരുമെന്ന്. ക്യാബ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, അപ്പോൾ ക്യാബ് വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം, 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. മിക്കവാറും വരാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് സിറ്റിയുടെ പുറത്താണ്. നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഇടാം നമ്മുടെ വീട് ഈ ലൊക്കേഷനിൽ എവിടെയുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ക്യാബൊന്നും വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു വണ്ടിയും കാണുന്നില്ല വരുന്നതായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, സമയമില്ല ഒട്ടും കളയാം. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇത് ആരുടെയാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ബിക്കോസ് ക്യാബ് എത്തി കേട്ടോ, ക്യാബ് എത്തി. ഓക്കെ, കിട്ടില്ല വണ്ടിയായിരുന്നു. എന്തായാലും നമ്മൾ ക്യാബ് വിളിച്ചത്. നമുക്ക് എന്തായാലും ഈ വണ്ടി തന്നെ പോവാം ഗൈസ്. അയാൾ ക്യാബിൽ പോയിക്കോളും. ക്യാബ് അപ്പോൾ വരും, പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് ക്യാബ് വിളിച്ചാലും പോവാം. ഇതെന്തോ ഒരു ഭീകര വണ്ടിയാണ്. ഫ്രണ്ടിൽ ഭാഗമൊന്നുമില്ല, എന്നാലും വണ്ടിയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എന്തായാലും വണ്ടി കൊള്ളാം. ആ വണ്ടി ഇടിച്ച് തന്നെ. അപ്പോൾ ഗൈസ് ഒട്ടും വൈകിട്ട് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റോട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഉടനെ ഈ വണ്ടി എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടേ നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റ് അകത്തോട്ട് കയറാം. ഇനി ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് വേറൊരാളുടെ വണ്ടി ഒന്ന് അടിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് നൈസായിട്ട് ഈ വീടിൻ്റെ ഒരേപോലെ ഇട്ടേക്കാം. ഒരു ഇടിച്ച് കിടക്കണ രീതിയിൽ കിടക്കട്ടെ. നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകാം. നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അതാണ് കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ഓടി ഇങ്ങോട്ട് കയറാം. ഉടനെ പോയി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഏതെങ്കിലും GTR എന്തെങ്കിലും വണ്ടി എടുത്ത് നേരെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകണം. ബിക്കോസ് ലെസ്റ്ററിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ബിക്കോസ് നമുക്കാണിത് ആദ്യമായിട്ട് അനുഭവപ്പെടില്ല. ലാമറിനെ കല്ലൽ തേടി നടക്കുമായിരിക്കും. ഇനി എന്തൊക്കെയാണ് വരാൻ പോണേന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അല്ലാതെ ലെസ്റ്ററിൻ്റെ അടുത്ത് നേരത്തെ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ അകത്തോട്ട് കയറാം. ഫ്രാഗിൽ ഒട്ടും പോയിട്ട് ഇപ്പോഴും ശ്വാസമൊന്നും എടുക്കണം. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടും പോവാം. ഇവിടെ 3 വണ്ടിയുടെ ഇവിടെ കിടക്കണം. നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലോട്ട് പോയിട്ട് ഡ്രസ്സ് മാറിയേക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് എലവേറ്ററിൻ്റെ അകത്തോട്ട് കയറാം. നേരെ മുകളിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ പോയി ഡ്രസ്സ് മാറിയേക്കാം. ഫ്രാഗിൻ്റെ കാലിനെന്തോ പറ്റിയിട്ടാ, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക്. ഓടാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഓടും. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എവിടെയാണ് ബെഡ്റൂം അവിടെയാണ്. അപ്പോൾ നേരെ പോയി ബെഡ്റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയേക്കാം. നല്ലൊരു ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ടേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊന്നുമില്ല. നേരെ നമുക്ക് താഴോട്ട് പോയിട്ട് GTR എടുത്ത് നേരെ ലെസ്റ്ററിനെ കാണാൻ പോവാം. ലെസ്റ്ററിന് എന്താ പറയാനുള്ളത്, ലെസ്റ്ററിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ലെസ്റ്ററിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ലെസ്റ്റർ എന്തെങ്കിലും ഒരു പ്ലാനായിട്ട് വരും ഗൈസ്, അത് നമുക്ക് ഉറപ്പാണ്. എന്ത് കാര്യം അവർ ആവശ്യപ്പെട്ടാലും ലെസ്റ്ററിന് എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാവും നമ്മളെ രക്ഷപ്പെടുത്താൻ. അതിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാം. താഴോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും GTR എടുത്തിട്ട് തന്നെ വിടാം. നമ്മൾ എന്ത് മെയിൻ കാര്യം വരുമ്പോഴും GTR നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഗണ്ണില്ല. ഗണ്ണ് പറഞ്ഞാൽ സെറ്റ് ചെയ്യണം ഗൈസ്. ഗണ്ണ് ഉടനെ പറഞ്ഞാൽ സെറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇടിച്ചാൽ ഗൈസ് പൊട്ടും വൈകിട്ട് നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ പുതിയ ഹൈഡ് ഔട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് പുതിയൊരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. ലെസ്റ്റർ മാത്രമല്ല, നമ്മുടെ ഡെവിൻ വെസ്റ്റൻ തന്നെ നമ്മുടെ പുതിയ ഹാക്കറും അവിടെ താമസിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്, ബിക്കോസ് ലെസ്റ്റർ ഇടപെടാണ്ട് നമുക്കൊന്നും ഇതിൽ ചെയ്യാനില്ല ഗൈസ്.
അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ സ്ഥലം. ഓക്കെ, ലെസ്റ്ററിൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പുള്ളി ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ എത്തിപ്പോയിട്ട് ഗൈസ് ഓർത്ത് നമ്മുടെ സുപ്ര നമ്മൾ അവിടെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഇട്ടിട്ടല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. മൗണ്ട് ചില്ലാടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവിടെ പോയി നോക്കേണ്ട വരും. നമുക്ക് അങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സുപ്ര തിരിച്ചിട്ടത്. അത് ഇങ്ങനെ പോവുകയും ചെയ്തു. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പോയി കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇവരെന്തായാലും സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളായിട്ട് പറയാണ്ട്, അതുകൊണ്ടാണ് നമ്മളെ പിടിച്ചിട്ട് ഇപ്പോൾ വെറുതെ വിട്ടത് അവർ. ഈ കാര്യം ഇവിടെ ചെന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിക്കാം. ലെസ്റ്ററിൻ്റെ അകത്ത് ഉണ്ടാവാനാണ് ചാൻസ്. വണ്ടി പുറത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ സാർ, ലെസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ പോയി സംസാരിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെസ്റ്റർ, ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ ഭയങ്കര ടെൻഷനിലാണ് ഗൈസ്. ലെസ്റ്റർ പറഞ്ഞ് നമുക്ക് എന്താണ് കാര്യം എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പുള്ളി എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ നേരെ ട്രെവറിനെയും കൂട്ടിയിട്ട് നമ്മുടെ പഴയ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പോകാൻ പറഞ്ഞു. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടി ഇന്ത്യൻ കാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. അതൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ട്രെവറിനെ അറിയാമെന്നാണ് പറഞ്ഞത്. ലെസ്റ്റർ കാര്യങ്ങൾ നോക്കിയിട്ട് ഇന്ന് എന്തായാലും പറയാം. പുള്ളിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇനി പുള്ളി കോൺടാക്ട്സ് വെച്ചൊക്കെ അന്വേഷിച്ച് നോക്കണം എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ. ബിക്കോസ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ആ ചൈനീസ് മാഫിയ. അതെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പോകണേ, ആരാണ് കോൺടാക്ട് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുള്ളൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ആ മൗണ്ട് ചില്ലാണ്ട് ആ വഴി പോകുമ്പോൾ നമ്മൾ ആ മൗണ്ടൻ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വൈറ്റ് GTR ആ വഴി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ ആരോ ഒരാൾ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്നത് നോക്കി നിന്ന ഒരാൾ തന്നെയാണത്. അതെന്താണ് ആരാണെന്നുള്ള ഒരു പിടിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സൂപ്പർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ലെസ്റ്റർ പോയി എന്താണ് സംഭവം, നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. അയാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് ആ മാഫിയ പറഞ്ഞത്. പക്ഷേ ഇതുവരെ ആരും കോൺടാക്ട് ചെയ്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്തോളും. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. നമുക്ക് ട്രെവർ അവിടെ അടുത്ത് നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. ട്രെവറിനെ നമുക്ക് തപ്പാം. ട്രെവർ എവിടെയോ ഈ വഴിയുടെ ഏതോ അറ്റത്ത് നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. ആ ട്രെവറിനെ പിക്ക് ചെയ്ത് നേരെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് അങ്ങോട്ട് പോകണം. ബിക്കോസ് അവിടെ നിന്ന് വണ്ടികളൊക്കെ ഉടനെ മാറ്റിയില്ലെങ്കിൽ അതടുത്ത പ്രശ്നം. ട്രെവർ എവിടെയോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ സാർ, ട്രെവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ട്രെവർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ഡയറക്റ്റ് വന്നില്ല, ബിക്കോസ് ആൾക്കാർക്ക് വെറുതെ സംശയം തോന്നുന്നുണ്ട്. ട്രെവറെ വന്ന് കയറിക്കോ. ഓക്കെ സാർ, ട്രെവർ ട്രെവറെ വാ. ഓക്കെ. നമുക്ക് ട്രെവറിൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. നമുക്ക് നേരെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ട് പോവാം. ബിക്കോസ് മെയിൻ ഇന്ത്യൻ കാറും സെൽറ്റോസും നമ്മുടെ സ്കോർപ്പിയോയും കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നെ കിടക്കുവാണ്. വേറെയും കുറേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം, അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഒട്ടും വൈകിട്ട് നേരെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ലെസ്റ്റർ അവിടെ ഇല്ല, ലെസ്റ്റർ മറ്റേ സ്ഥലത്താണ് ഉള്ളത്. പക്ഷേ ട്രെവർ അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ട്രെവർ പറഞ്ഞത്. ബിക്കോസ് നമുക്ക് അവിടെ നിന്ന് 2 വണ്ടികൾ അവിടെ നിന്ന് ഉടനെ മാറ്റണം ആ ലൊക്കേഷനിൽ. ബിക്കോസ് നമുക്ക് ഇനി അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി സാധനങ്ങൾ നഷ്ടപ്പെടാൻ പറ്റില്ല ഗൈസ്. ഓൾറെഡി നമ്മുടെ ആ മഹീന്ദ്രയുടെ വണ്ടി നഷ്ടപ്പെട്ടു, പക്ഷേ അത് നമ്മളെങ്ങനെയും തിരിച്ചെടുക്കും. ബട്ട് ആ പ്ലാൻ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു വണ്ടിയൊക്കെ പുറത്തെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെവർ ആക്ച്വലി നമ്മുടെ ഗ്രീൻ ഗ്യാങ്ങിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലീസ് ഗ്യാങ്ങിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് സെറ്റ് ചെയ്താണ്. വേറെ ഡ്രൈവേഴ്സിനൊന്നും വെച്ചിട്ടില്ല, ബിക്കോസ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് നേരത്തെ ആ ഡ്രൈവറിൻ്റെ ആ വണ്ടി കൊടുത്ത് വിട്ടതിനെ തുടങ്ങിയ ഇഷ്യൂ ആണ് ഇപ്പോൾ നമുക്കിവിടെ എത്തിച്ചേർന്ന്. ഇപ്പോൾ നമ്മുടെ 2 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ സ്കോർപ്പിയോ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ട് വന്നതുണ്ട്. ഇത് ഫുള്ളി അത്യാവശ്യം ടോപ്പ് മോഡൽ വണ്ടിയാണ് ഗൈസ്. പുതിയ അലോയ്സും നല്ല ലുക്കായിട്ടുണ്ട് വണ്ടി കാണാം. പിന്നെ നമ്മുടെ കിയ സെൽറ്റോസ് അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതും കാണാൻ ഒരു രക്ഷയില്ല. വണ്ടി എല്ലാവിധ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ആ ഗ്രീൻ ഗ്യാങ് മെമ്പർ ഒരാളോട് സംസാരിച്ച് നോക്കി എങ്ങനെ കാര്യങ്ങൾ. ബിക്കോസ് ട്രെവർ പറഞ്ഞ് ഇതിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടികൾ മൂവ് ചെയ്യാൻ. അപ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ കഴിച്ചാൽ പുള്ളി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡിൻ്റെ നേരെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ ഒരു തോക്കും കൂടി തന്നു കേട്ടോ ഗൈസ്. ഒരു തോക്കും കൂടി പുള്ളി തന്നിട്ടുണ്ട്. നമ്മുടെ കൂടി ഒരു തോക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഒരുപാട് തോക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഗ്യാങ് എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വഴിയുടെ ഏറ്റവും അറ്റത്ത് ആ ഒരു ബേസിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നാണ് ഈ പുള്ളി പറഞ്ഞത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അതിപ്പോൾ ബാലൻസ് ഗ്യാങ് ആണ് ടേക്ക് ഓവർ ചെയ്ത് അവന്മാർ തീർക്കണം. അപ്പോൾ ഗ്രീൻ ഗ്യാങ് അവിടെ ടേക്ക് ഓവർ ചെയ്യും. ഇപ്പോൾ ബെന്നിയുടെ സ്ഥലം ടേക്ക് ഓവർ ചെയ്തു. നമ്മുടെ ഈ ഷെൽട്ടറും കൂടി നമ്മൾ ടേക്ക് ഓവർ ചെയ്യും നമ്മുടെ ഗ്രീൻ ഗ്യാങ് വെച്ച്. അപ്പം ജസ്റ്റ് ഗ്യാങ് വാർ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇനിയും കുറച്ച് വണ്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാനൊരു സ്ഥലം വേണം. ബിക്കോസ് ഈ സ്ഥലം എപ്പോൾ വേണമെങ്കിലും കോംപ്രമൈസ് ആവാമെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. പിന്നെ ലെസ്റ്റർ വിളിക്കും. അവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തായാലും ലെസ്റ്റർ വിളിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഗൈസ് ആ സ്ഥലം. അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയുണ്ട് സ്ഥലം.
നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഈ വഴിയുടെ അറ്റത്തുനിന്നാണ് ആ ഗ്രീൻ ഗ്യാങ് മെമ്പർ നമ്മളോട് പറഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഈ വഴിയാണോ? ഓക്കെ, ഈ വഴിയല്ല, ഇത് ഇതിൻ്റെ അപ്പുറത്താണെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു അവിടെ ഒരു പേർപ്പിൾ വണ്ടി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് സ്ഥലം എന്ന് തോന്നിട്ട്. ഇവിടെ നിർത്തരുത്. ഓക്കെ, പക്ഷെ ഇതിൽ എവിടെ സ്റ്റോറേജ് ചെയ്യാനാണ്? സ്റ്റോറേജ് അവിടെ സീക്രട്ടായിട്ട് ഉണ്ടെന്നാണ് നമ്മുടെ ഗ്രീൻ ഗ്യാങ് മെമ്പർ പറഞ്ഞിട്ട് ഗൈസ്. പക്ഷെ അവിടെ സ്റ്റോറേജ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് എന്തായാലും ഒന്നും കൂടി കറങ്ങി പോയി നോക്കാം. ബിക്കോസ് നമുക്ക് എന്തായാലും അവർ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വഴിയും കയറാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഈ വഴി ലോക്ക്ഡാണ്. ഒറ്റൊരു വഴി അത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്നും കൂടി പോയിട്ട് വരാം. എന്നിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഗൈസ്, വണ്ടി എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടാലോ ഗൈസ്. ഇവിടെ കിടക്കട്ടെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. അവിടെ തോക്കൊന്നും തൽക്കാലം ഇപ്പോൾ എടുക്കണ്ട. തോക്കുണ്ടല്ലോ. ആ കൂടി ഇത്രയും ബുള്ളറ്റ് ഉള്ളു. ഇത്രയും ബുള്ളറ്റ് മതിയായിരിക്കും. അവിടെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നടന്നു പോവാം. നടന്ന് പോയിട്ട് അവിടെ എന്താ ഉള്ളത് നോക്കാട്ടെ ഗൈസ്. അവിടെ പതുക്കെ നടന്നാൽ മതി, ഓടിച്ചാടി വരണ്ട. ഇയാൾക്ക് എന്താണെന്ന് പതുക്കെ വന്നൂടെ? ഓക്കെ ഗൈസ്, അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ഫയർ ചെയ്യാണ്ട് നമുക്ക് വേറെ വഴിയില്ല. ആ സ്ഥലം നമുക്ക് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം. എന്നിട്ട് വേണം ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാൻ. എന്തൊക്കെ വരാൻ പോകണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് അത്ര അമ്മാതിരി അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. നമുക്ക് ഈ വഴി കയറി എന്തെങ്കിലും പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. നമുക്ക് ആ വഴി തന്നെ എക്സിറ്റ് അടിക്കേണ്ടി വരും. എനിക്കിവിടെ എന്തെങ്കിലും ചാടി കയറാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സ്ഥലം വേണ്ടിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതെല്ലാം ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടെ നമുക്ക് എന്തായാലും കയറാൻ പറ്റും ഗൈസ്. അത്യാവശ്യം പ്രൊട്ടക്റ്റഡാണ്. വേറെ ഒരു വഴിയും എൻട്രി ഇല്ല. നമുക്ക് എന്തായാലും പതുക്കെ അടിക്കുക. എല്ലാത്തിനും റബ്ബർ അവിടെ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാത്തിനും അടിക്കാണ്ട് വേറെ വഴിയില്ല. റബ്ബർ അടിച്ചിട്ടൊന്നും നോക്കണ്ട. നമ്മുടെ അടി ഒന്നും കൊള്ളാനില്ല. പക്ഷേ റബ്ബർ കൊള്ളാം. റബ്ബർ സെറ്റാണ്. അതിൻ്റെ അപ്പുറത്തുനിന്ന് ആൾക്കാരും എൻ്റെ മോനെ. ഓക്കെ, അത് അടിച്ചിട്ടുണ്ട്. റീലോഡ് ചെയ്ത് അടിക്കുക അത്യാവശ്യം. ഓക്കെ, ഒന്നും കൊണ്ടില്ല. ഓക്കെ, ഒരു ഫുൾ റൗണ്ട് വേണ്ടി വന്നു അവനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടിച്ചിടാം. ഓക്കെ, അത്യാവശ്യം അടിയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ട്രവർ അടിച്ചിട്ടോ. കവറൊക്കെ അടിക്കും ട്രവർ. എന്താണ്? ഓക്കെ, അത് കഴിഞ്ഞ് ഒരു കണക്കിനാണ് കേട്ടോ എത്ര നേരം തീർക്കുക. അപ്പോഴും വീണ്ടും വന്നുകൊണ്ടിരിക്കണം അവന്മാർ. ഓക്കെ, അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് തീർന്നിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുറച്ച് പേര് നമ്മൾ തീർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ ആൾക്കാരുണ്ടെന്നാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അടിച്ച് തീർത്തിട്ടുണ്ട്. വീണ്ടും ആൾക്കാർ പറയാനുണ്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടികളുടെ ഓൾമോസ്റ്റ് നമ്മൾ തീർത്തിട്ടുണ്ടാവും. ഈ വണ്ടി അത്യാവശ്യം നമ്മൾ പൊട്ടിക്കുകയും ചെയ്തു കേട്ടോ. ഓക്കെ, ഇവിടെ ഇനി ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. അത് മോൾ അവനെങ്ങനെ അതിൻ്റെ മുകളിലോട്ട് കയറി? ആൾ കൊള്ളാമല്ലോ. ആ വഴി കറങ്ങി വന്നേക്കണം ഗൈസ്. അതെങ്ങനെയാണെന്നൊരു പിടിയില്ല. ഇതിൻ്റെ അകത്തൊക്കെ നോക്കി. ഇതാണോ ഈ ബേസ്? ഇതല്ല, ഇതാ നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കതായത് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഡോർ തുറക്കാട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ മൂലിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. വെറുതെ അവന്മാരെ പ്രൊവോക്ക് ചെയ്യണ്ടായിരുന്നു. പക്ഷെ വേറെ വഴിയില്ല. നമുക്ക് കയറി അടിക്കേണ്ടി വരും. ഇവന്മാരെന്തായാലും അതിൻ്റെ അകത്തോട്ട് വരില്ല. നമുക്കെന്തായാലും ഓക്കെ ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങാം. എല്ലാവരും തീർത്തുണ്ട് കേട്ടോ. അവിടെ കയറി അടിക്കാം. ജസ്റ്റ് അടിപൊളി. ഇവിടുന്ന് എലീറ്റ് പോയി എല്ലാം കൂടി പൊട്ടി തെറിക്കും. മിക്കവാറും നമ്മൾ തീരും ഇവിടെ വെച്ച് ഗൈസ്. ട്രവർ ഇവിടെ പോയി. ട്രവർ ഇവിടെ നിന്ന് ഫയർ ചെയ്യണ്ടല്ലോ. വെറുതെ അല്ല ഇവർ പെട്ടെന്ന് തീർന്നു പോകണം. ഓക്കെ, അതും തീർത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാതും തീർത്തിട്ടുണ്ട്.
ഇവരൊക്കെ ചത്ത് കഴിഞ്ഞ് വീണ്ടും എണീറ്റ് വരാനുണ്ടോ ഗൈസ്? അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും വെടി വെച്ച് വീഴുകയും ചെയ്യും, അതുപോലെ തന്നെ എണീറ്റ് വരികയും ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും അടിച്ച് തീർത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ബാക്കി ആരുമില്ല. ജസ്റ്റ് ഒരു ബേസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് അവർ ഈ കഞ്ചാവും ഗൺസും ആമിനേഷൻസും മാത്രം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമുണ്ട്. വണ്ടികളൊന്നുമില്ല ഇവിടെ. വണ്ടികൾ കുറച്ച് പുറത്ത് കിടക്കുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ വണ്ടികളൊക്കെയാണ്. അതായത് നമുക്ക് എടുക്കാം. അതെന്താ ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ആളില്ല കേട്ടോ ഗൈസ്. ഇവിടെ പൈസ എന്ന് പറഞ്ഞ സാധനമില്ല. 10 പൈസ വെച്ചിട്ടില്ല. ഇത് കാരണം പോകണ്ടേ? ഓക്കെ, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആക്സസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇനി കുറച്ചാൾ നമ്മുടെ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പോകുന്നത്. 2 ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് വേണം ഇപ്പോൾ. ആക്ച്വലി 3 ഉണ്ട്, പക്ഷേ ഇത് കൊള്ളാം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് വരാം ഗൈസ്. നമ്മുടെ 2 വണ്ടികളുണ്ട്, അതെന്തായാലും പോയി എടുത്തുകൊണ്ട് വരാം. വണ്ടി ഇവിടെ പോയി, ട്രവർ അവിടെ പോയി. ട്രവർ പാ എന്ത് ഇവിടെ ഒരു കുന്ന് കണക്കിന് ആൾക്കാരുണ്ട്. നമുക്ക് പെട്ടെന്ന് വണ്ടികൾ കയറ്റിയിടാം. ഇനി ആരെങ്കിലും നമ്മുടെ ഈ ബാലൻസ് ഗ്യാങ് ആരെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടുപോകും. പക്ഷേ കുഴപ്പമില്ല, നമ്മളെന്തായാലും നമ്മുടെ ഗീങ് ഗ്യാങ്ങിന് ഇവിടെ കൂടെ നിർത്തുന്നുണ്ട്. ഇൻ കേസ് ആയാലും വന്നു കഴിഞ്ഞാൽ അവരടിച്ച് തീർത്തോളൂ. അത് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒട്ടും വൈകേണ്ട നേരെ നമ്മുടെ ലൊക്കേഷൻ്റെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ കേസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേസ്. അപ്പോൾ നേരെ അവന്മാരോട് പറഞ്ഞ് അവിടെ പോയി നിൽക്കാൻ പറയാം. അത് മാത്രമല്ല നമുക്ക് എന്തായാലും ഈ 2 വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഈ വണ്ടി എപ്പോഴെങ്കിലും ഒതുക്കി ഒന്ന് പാർക്ക് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം സേഫാണ്. ഇവിടെ നിന്ന് ആരും വന്ന് എടുത്തുകൊണ്ട് പോകില്ലെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും നമ്മുടെ GTR കൂടെ കിടക്കട്ടെ. ഈ വണ്ടിയും കൂടി പോയി കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ വേറെ വണ്ടിയില്ല. നമ്മുടെ സത്യം പറഞ്ഞ് ഇനി വേറെ വണ്ടിയില്ല. ആ സൂപ്പർ എങ്ങനെയും പോയി തിരിച്ചെടുക്കണം. ട്രവർ ഒരു കാര്യം ചെയ്യും, ഇവന്മാരവിടെ വന്നോളും. ട്രവർ ഒരു കാര്യം ചെയ്യും, ഈ പുറകെയുള്ള വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, ട്രവർ ഈ വണ്ടി കയറിയിട്ട് പോവാം. ഞാൻ എന്തായാലും ആ വണ്ടിയിൽ കയറാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നേരെ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോകാൻ ട്രവർ ഫോളോ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ട്രവർ വരുന്നുണ്ട്. ഇടിക്കരുതില്ല ട്രവർ, എല്ലാം കൂടി പൊട്ടിത്തെറിക്കും. നൈസായിരിക്കും വരുന്നത്. നമുക്കെന്തായാലും തൊട്ടടുത്ത് തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ഈ വണ്ടി ഏതെങ്കിലും അവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് GTR എടുത്ത് നേരെ ലെസ്റ്ററിന് അങ്ങോട്ട് പോകാം. ബിക്കോസ് നമുക്ക് മിക്കവാറും എന്തെങ്കിലും ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും മറ്റേ ഗ്യാങ്ങിനെ പോയി മീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അറിയാം അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ചെയ്താലാണ് എൽ റൂബിയോനെ റിലീസ് ചെയ്യുക, ലാമറിനെ റിലീസ് ചെയ്യുക. എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയ കാര്യത്തിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. നമുക്കായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ലെസ്റ്റർ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടിട്ടുണ്ടാവും. എന്താ നമുക്ക് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പോലീസിൻ്റെ വന്നത് നോക്കി. ട്രവർ വരുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളെന്തായാലും ഇത്തിരി പതുക്കെ പോകും. വലിയ സ്പീഡ് വേണ്ട. ട്രവർ നല്ല സ്പീഡ് എടുത്ത് വെട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്കെന്തായാലും ഓക്കെ, നമുക്കെന്തായാലും ഈ വഴി കയറാം കേട്ടോ ഗൈസ്. ഈ വഴി എത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ട്രവർ വരുന്നുണ്ട് പുറകെ തന്നെ. ട്രവർ ഇവിടെ ഒന്ന് ഇടിച്ച് പൊളിയായിരുന്നു മതിയായിരുന്നു. ഓക്കെ, ട്രവർ നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുള്ളൂ അവൻ എന്തായാലും ഇടിച്ച്, ഒരു സംശയമില്ല. ട്രവറിന് ഓടിക്കുന്ന കാര്യത്തിൽ ട്രവറിനൊന്നും പറയാൻ പറ്റില്ല, വിഷയമാണ് ഇത്. എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ ഓക്കെ, അപ്പോൾ ട്രവർ ഇറങ്ങിയിട്ടുണ്ട്. ട്രവർ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഈ സെൽട്ടോസ് ഇറക്കാം നേരെ. ട്രവറോടെ വെയിറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും എന്നിട്ട് ഓരോ വണ്ടി അനുസരിച്ച് കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. ആദ്യം നമുക്ക് സെൽട്ടോസ് ഇറക്കിയിട്ട് അകത്തോട്ടുണ്ട് പാർക്ക് ചെയ്യുക ഗൈസ്. ബിക്കോസ് ഈ 2 വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആക്കുള്ള ഇന്ത്യൻ കാർസ്. ഇനി ഇന്ത്യൻ കാർസ് വരുന്നുണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ പോയി എത്തും എന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇങ്ങനെ കാര്യങ്ങൾ പോകണേന്ന്. എന്തായാലും ലെസ്റ്ററിനെ കാണുമ്പോൾ അറിയാം ലെസ്റ്റർ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടാവും ഗൈസ്. അതിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. ബിക്കോസ് എന്ത് പ്രശ്നം വന്നാലും ലെസ്റ്റർ നമ്മളെ രക്ഷപ്പെടുത്താറുണ്ട് എല്ലാത്തിനും. എന്താണ് ഫ്രാങ്ക് ഒന്ന് കയറി പെട്ടെന്ന്. ഓക്കെ, ഈ വണ്ടി ആക്ച്വലി നൈസാണ്. നമ്മുടെ സെൽട്ടോസ് ഷോറൂം തുടങ്ങിയിട്ട് വേണം എല്ലാവർക്കും ഒന്ന് വിൽക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. വേറെ പുറകെ ഒരുപാട് അടിപൊളി വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രശ്നം പറ്റിയോണ്ടാണ് ഇത്ര ഇഷ്യൂ ആയത്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 5-8 വണ്ടിയിലൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട്. ആ കൂടി ഇന്ത്യൻ കാർ മാത്രം സ്റ്റോർ ചെയ്യാൻ മതി. ബാക്കി എല്ലാ വണ്ടികളും നമ്മുടെ അവിടെ തന്നെ സ്റ്റോർ ചെയ്യണം. ബിക്കോസ് ഇത് പോയാൽ കിട്ടാൻ ഭയങ്കര പാടാണ്, അതാണ്. ഓക്കെ, ഈ ഡെഡ് ബോഡീസൊക്കെ എടുത്തൊന്ന് മാറ്റണം. ഇത് ഒരുമാതിരി പ്രശ്നമാണ് ഇവിടെ. ഗ്രീൻ ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സ് ഇവിടെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് മാറ്റിക്കോളും. തൽക്കാലം ഇവിടെ കിടക്കട്ടെ വണ്ടി. എന്നിട്ട് ആ സ്കോർപ്പിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ആ സ്കോർപ്പിയോ കൂടി പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. എല്ലാ മോഡൽ സ്കോർപ്പിയോ, എല്ലാ മോഡൽ മഹീന്ദ്രയുടെ വണ്ടി നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ഈ വണ്ടി കൂടെ ഇറക്കാൻ നൈസായിട്ട്. ഇത് ഇറങ്ങാത്തത് നമുക്ക് കുറച്ച് ഒതുക്കി വേണ്ടി ഇടാം, റിവേഴ്സ് അടിച്ചിടാം.
ഓക്കെ, വണ്ടി എന്തോ കാരണവശാൽ ഇറങ്ങുന്നില്ല. നമുക്ക് എന്തായാലും കയറാൻ പറ്റും നോക്കാം വണ്ടിയിൽ നിന്ന്. ഓക്കെ, വണ്ടിയിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. വണ്ടിയിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് അടിക്കേണ്ടി വരും. വണ്ടി ചെറിയ ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, വണ്ടി ചാടിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഓക്കെ, വണ്ടി നൈസായിട്ട് ചാടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഓക്കെ, എന്തായാലും ഫ്ലാറ്റ് ബെഡും നമ്മൾ എടുക്കണല്ലോ, അത് ഇവിടെ തന്നെ കിടക്കട്ടെ. ബിക്കോസ് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒക്കെ പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി നേരെ ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്തേക്കാം. ഇനിയും കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ. നിങ്ങൾ പറഞ്ഞ വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്, പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ പറ്റിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഈ വണ്ടി ഇവിടെ ഇട്ടേക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് GTR എടുത്തിട്ട് ഇങ്ങോട്ട് വിടാം ഗൈസ്. ബിക്കോസ് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ കുറേ അടിപൊളി വണ്ടികൾ കിടക്കണം. നമുക്ക് നേരെ പുറത്ത് കിടക്കണ ഈ വണ്ടി എടുക്കാം. ഇത് ആരുടെയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് അവിടെ വരുമ്പോൾ ഒരു വണ്ടി വേണം. പഴയൊരു ക്ലാസിക് കാറാണ് ഗൈസ്. ഓക്കെ, ഡ്രൈവറെ പെട്ടെന്നൊന്ന് കയറിക്കോ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ് ഡ്രൈവർ വരുന്നുണ്ട്. അത് നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ലൊക്കേഷനോട് എത്തിയിട്ടുണ്ടോ. നമുക്ക് അവന്മാരോട് നിൽക്കണ്ടോ, അവന്മാരും കൂടെ പോയിക്കോളും, കുഴപ്പമില്ല. വേറെ ഏതൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകാം. ലെസ്റ്ററിന് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടാതെ ഒക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ലാമറിനെയൊക്കെ രക്ഷിക്കാനുള്ളതാണ്. എൽ റൂബിയോനെ പിന്നെ നമ്മൾ എന്തായാലും രക്ഷിക്കും. ബിക്കോസ് അയാൾക്ക് പിന്നെ വേറെ പിടിയുണ്ട്, വേറെ ആൾക്കാരും പുള്ളിയെ രക്ഷിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും, നമ്മൾ മാത്രമല്ല. ബിക്കോസ് അത്ര ഹോൾഡുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്റർ ഉടനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുകയാണ്. മിക്കവാറും നമ്മുടെ ആ ചൈനീസ് മാഫിയ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴറിയാം. ബിക്കോസ് ലെസ്റ്റർ ഇതുവരെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ അടുത്ത റൈറ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. അടുത്ത റൈറ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ മോനെ ജസ്റ്റ് ഒന്ന് വളർന്നില്ല, അപ്പോൾ തന്നെ ഇടിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ട് ഉള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ട്രവർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ട്രവർ ഒരു കാര്യം ചെയ്യും, എന്തായാലും വണ്ടി ഗാർഡ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കും, ഒരാളിവിടെ നിൽക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ട്രവറോട് നിന്നോളാന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പോയി ലെസ്റ്ററിനെ കണ്ടിട്ട് വരെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകണമെന്ന്. അപ്പോൾ എനിക്ക് ലെസ്റ്റർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് തോന്നുന്നു. ഈ ഇഷ്യൂ എവിടെയും വരെയും പോകും, എന്തൊക്കെ ചെയ്യും നമുക്ക് ഒരു പിടിയില്ല. പക്ഷേ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ലിബർട്ടി സിറ്റി അല്ല വൈസ് സിറ്റിയിൽ നമ്മുടെ മാർട്ടിൻ മെഡ്രാസോനും ഫാമിലിനെ തിരിച്ച് വിളിക്കേണ്ടി വരും. ബിക്കോസ് പുള്ളി ഉള്ളപ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, ലെസ്റ്റർ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കും. നമുക്ക് ബെസ്റ്റ് ഒന്ന് പോയി ലെസ്റ്ററിനോട് സംസാരിക്കാം. ഹലോ ലെസ്റ്റർ, എന്താ പറ്റി? അപ്പോൾ ഗൈസ് ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം. ഇതിപ്പോൾ ലാംബറിൻ്റെ ബ്രദേഴ്സാണ്, കസിൻ ബ്രദേഴ്സാണ്. അവരാണ് ഇപ്പോൾ ഇവിടെ ഫുൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്രീൻ ഫാമിലിയാണ് നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് വേറെ ആരും ഇല്ല കറൻ്റ്. മിക്കവാറും മാർട്ടിൻ മെഡ്രാസോനും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിക്കേണ്ടി വരും. ബിക്കോസ് നമുക്ക് എൽ റൂബി വരുന്നുണ്ട്, പക്ഷേ പുള്ളീനെ ആദ്യം തന്നെ പിടിച്ചു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ലെസ്റ്റർ നമുക്ക് നേരെ മൈക്കിളിൻ്റെ വീട്ടിൽ പോകാം. മൈക്കിൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ പെട്ടെന്ന് വരാൻ പറഞ്ഞു, എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ലെസ്റ്റർ എന്നാൽ പോയാലോ ഗൈസ്, നമുക്ക് ലെസ്റ്റർ വന്നോളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഓടിപ്പോവാം. എന്താ രാത്രിയായി, ലെസ്റ്റർ പതുക്കെ നടന്ന് വന്നോളും, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. മിക്കവാറും ട്രവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഗൈസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അതെ, ലെസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ട്രവറോട് നിൽക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെസ്റ്ററിൻ്റെ വണ്ടി എടുത്ത് പോവാം. ബിക്കോസ് ഈ വണ്ടിയിലൊക്കെ ട്രാക്കർ ഉള്ളതാണ്. ഇതിലാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മിനി കൂപ്പർ എടുത്ത് തന്നെ പോവാം. ലെസ്റ്റർ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകണം. ലെസ്റ്റർ പെട്ടെന്നൊന്ന് കയറിക്കോ. കയറി ലെസ്റ്ററേ, സമയങ്ങളല്ലേ. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഒട്ടും വൈക്കണം, നേരെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ അവിടെ എത്തണം കേട്ടോ. മൈക്കിൾ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ ഓഫീസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടാണ് പോണത്. ബിക്കോസ് നമ്മൾ ആ വഴി വരുന്നത് ആരും സ്പോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പോലീസിൻ്റെ സൈറനൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇത് മാത്രമല്ല റോഡ് ബ്ലോക്കും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. ഇവിടെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്താ സംഭവം കേട്ടോ.
ലെസ്റ്റർ അവിടെ നിൽക്ക്, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ FBI വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി ഒരു പോലീസിൻ്റെ വണ്ടി മുമ്പിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. നമുക്ക് ജസ്റ്റ് വണ്ടിയും കൊണ്ട് ഒന്ന് മൈക്കിളിൻ്റെ വീട്ടിൽ കൂടെ ചാടി കയറാൻ പറ്റിയ വല്ല വഴി ഉണ്ടോ നോക്കാം. ബിക്കോസ് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് മനസ്സിലാവാനുള്ള. നമുക്ക് ഒന്നും കൂടി മറ്റേ വഴി കറങ്ങിപ്പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. എൻ്റെ പൊന്നോ, ഒന്ന് സൂക്ഷിച്ചു ഓടിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വഴി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ആ വഴി മിക്കവാറും ചാടി കയറേണ്ട വരും. ഓക്കെ, നമുക്ക് ഈ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ആ ചൈനീസ് ഗ്യാങ് നൈസായിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താ സംഭവം, മൈക്കിളിനൊക്കെ അവിടെ ഗൺ പോയിന്റ് നിർത്തിയേക്കണം. എനിക്ക് മൈക്കിളിൻ്റെ ഫാമിലീനെ പുറത്തിറക്കി നിർത്തിയേക്കുവാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പോയിട്ട് വരാം. പക്ഷെ നമ്മൾ ഈ വഴി ഫ്രണ്ടിൽ കൂടെ കയറി കഴിഞ്ഞാൽ അവന്മാർ നമ്മളെയും തട്ടും. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, ബിക്കോസ് എല്ലാവരും ഗൺ പോയിന്റിലാണ് നിന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളെ തട്ടിക്കളയും. ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇതെവിടെയെങ്കിലും ഇതിവിടെ തുറക്കൂ. ഓക്കെ, ഇതിവിടെ തുറക്കുമൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അവിടെ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുക ഗൈസ്. അതിലൊക്കെ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഇട്ടേക്കാം. ആദ്യം ഈ ഗോൾഫ് കോർട്ട് വഴി നമുക്ക് ചാടി കയറാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ലെസ്റ്റർ ഒരു കാര്യം ചെയ്യും, വണ്ടിയുടെ ഇവിടെ എന്തായാലും നിൽക്ക്. എൻ്റെ ദൈവം, ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലേ? ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഇഴുകി അങ്ങോട്ട് പോകും. ലെസ്റ്റർ വണ്ടി ഇഴുകി പോകുന്ന നോക്കിക്കോട്ടെ. മിക്കവാറും വണ്ടി ഇഴുകി പോകും, വേറെ വഴിയൊന്നുമില്ല. ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യാനുള്ള തോന്നുന്നു. ലെസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് എന്താ സംഭവം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ പറഞ്ഞവിടെ വെയിറ്റ് ചെയ്തോളാം. നമുക്ക് ജസ്റ്റ് എന്തായാലും കയറി നോക്കിയിട്ട് വരാം. ഈ വഴി പോണതിന് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ എന്താ സംഭവിക്കുക നമുക്ക് നൈസായിട്ട് കയറി നോക്കാം. നമുക്കൊന്നും മനസ്സിലാവണല്ലോ. എനിക്ക് തോന്നണം മൈക്കിളിൻ്റെ ഫാമിലീനെ അവർ പിടിച്ചുകൊണ്ട് പോകാനുള്ളൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നണത്. അവിടെ മൈക്കിളിൻ്റെ മറ്റേ വണ്ടി കിടക്കണ്ട, അതിൻ്റെ ബാക്കിലോട്ട് അങ്ങോട്ട് പോവാം. പതുക്കെ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. എങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരെ മിക്കവാറും ഫയർ ചെയ്യും. ഓക്കെ ഗൈസ്, ഇവിടെ ഫുള്ള് ആൾക്കാരാണ്, ഒന്നും കാണാൻ പറ്റണില്ല. നമുക്ക് ജസ്റ്റ് ആ വഴി ഒന്ന് കറങ്ങിപ്പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഓക്കെ ഇവിടെ ഗാർഡ് നിൽക്കുന്നുണ്ട്, അവരാരെയോ വിളിക്കുന്നുണ്ട്. ബിക്കോസ് അവർ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് ഒരു രീതിയിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനറി നമ്മുടെ കയ്യിലില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഓക്കെ അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിൽ കയറി നിൽക്കാം. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ മൈക്കിളിൻ്റെ ഫാമിലിനെ ഫുള്ള് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈക്കിളിനാണെങ്കിൽ അവിടെ ഫുൾ ഗൺ പോയിന്റ് എടുത്തേക്കുമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നൊരു പിടിയില്ല. ഇനി ഇവന്മാർ പോയി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് മൈക്കിളിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ബിക്കോസ് നമ്മളവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും പൊക്കും. അപ്പോൾ അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകണ്ടിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും നടന്നിങ്ങോട്ട് പുറത്തോട്ട് പോകണ്ടിട്ട് എങ്ങോട്ടാണെന്നൊരു പിടിയില്ല. നമുക്ക് എന്തായാലും അപ്പുറത്തേക്കൂടെ പോയി നോക്കാം എന്താ സംഭവം എന്ന്. ഓക്കെ, അവർ വണ്ടി കയറി പോവുകയാണ്. എല്ലാവരും വണ്ടി കയറുവാണ്. മൈക്കിളിൻ്റെ ഫാമിലി മൊത്തം വണ്ടി കയറിയിട്ടാണ് പോകണേ ഗൈസ്. ഓക്കെ, ഒരു വണ്ടി പോയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കേട്ടോ. ആ വണ്ടി പോയിട്ടില്ല, എന്തായാലും നമുക്കതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു പുള്ളി പെട്ടെന്നൊന്ന് വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി കയറി എല്ലാവരും വിട്ടിട്ടുണ്ട്, എങ്ങോട്ടാണെന്നൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നു മൈക്കിളിൻ്റെ ഫാമിലി ഫുള്ള് അവർ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്കെന്തായാലും ആ ഗ്യാങ് ഫുള്ള് പോകാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവരവിടെ നിൽക്കുന്നുണ്ട്, നമുക്കെന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. ഇപ്പോഴും മൈക്കിളിനെ പോയിന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു മൈക്കിളിനെ അവിടെ നിന്ന് വെറുതെ വിട്ടെന്ന് തോന്നണം. ഓക്കെ, ഇത് ആ രണ്ടുപേരും കൂടി പോവേണ്ട കേസ്. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ കേസ്, അപ്പം എല്ലാവരും പോയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ മൈക്കിളിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാമെന്നല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ കേസ്, അപ്പം മൈക്കിൾ ഇവിടെ ഓക്കെ കേസ്, മൈക്കിൾ ഇതേ ഓടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മൈക്കിളിനോട് സംസാരിക്കാം. മൈക്കിൾ വാ, നമുക്കെന്താ നൈസായിട്ട് പോയേക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു വണ്ടി എടുത്തേക്ക്. നമുക്കത് ആ മെഴ്സീസ് എടുത്തേക്കുന്നത് മൈക്കിളിൻ്റെ തന്നെയാണ്. അപ്പോൾ ലെസ്റ്റർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മൈക്കിൾ പെട്ടെന്നൊന്ന് കയറിക്കോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് പോലീസൊക്കെ വളഞ്ഞിട്ടുണ്ട്. നമുക്ക് ലെസ്റ്ററിൻ്റെ വണ്ടി അവിടെ ഇപ്പോൾ തൽക്കാലം കിടക്കട്ടെ, പിന്നെ അത് വന്ന് പിടിക്കാം. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. ലെസ്റ്റർ വന്ന് കയറിക്കോ. അപ്പോൾ ലെസ്റ്റർ വരുന്നു. ലെസ്റ്റർ പെട്ടെന്നൊന്ന് കയറിക്കോ. നമുക്ക് നേരെ ഹൈഡ് ഔട്ടിൽ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്.
അന്നേരം നമുക്ക് ലെസ്റ്ററായിട്ട് വന്നിട്ട് ഈ വണ്ടി അവിടെ ഇട്ടിട്ട് ആ കൂപ്പർ എടുത്തിട്ട് അങ്ങോട്ട് പോകാട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലോട്ട് പോയേക്കാം, ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹൈഡ് ഔട്ടിൻ്റെ അവിടെ എത്താറായിട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തന്നെ എടുക്കുക, ബിക്കോസ് നമ്മൾ ആ വഴി കറങ്ങി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ട്രെവർ അവിടെ നിൽക്കുന്നുണ്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് മൈക്കിളിന് ഇവിടെ ആക്കിയിട്ട് ലെസ്റ്റർ പറഞ്ഞായിരുന്നു, ലെസ്റ്ററിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മറ്റവർ കോൺടാക്ട് ചെയ്തു അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവുകയും ചെയ്യണം. ട്രെവറെ ഒരു കാര്യം ചെയ്യും, മൈക്കിൾ ഇവിടെ നിൽക്കുക, നമുക്ക് എന്താ കാര്യം എന്നൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും എന്താ ചെയ്യാൻ പോകണേന്ന്. ഓക്കെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ലെസ്റ്റർ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കൂപ്പർ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും ഈ വണ്ടി കൊണ്ട് നടക്കണ്ട, ഇത് മൈക്കിളിൻ്റെ വണ്ടിയാണ്. ഇൻ കേസ് എന്തെങ്കിലും ട്രാക്കറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി പാളും. നമ്മൾ ആക്ച്വലി ഒരു സീക്രട്ട് ലൊക്കേഷനിലോട്ട് പോവുകയാണ്, പലീറ്റോ ബേയിലോട്ട്. അങ്ങോട്ടാണ് ലെസ്റ്ററിന് ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അറിയാം എന്താണ് അവിടെ സംഭവം എന്ന് ഗൈസ്. സോറി ഒന്നും പറ്റിയിട്ടൊന്നും. ഇത് ശരിക്കും ഒരു പാട്ട വണ്ടിയുണ്ട് ഗൈസ്. നമുക്ക് ആ കൂപ്പർ എടുത്തുകൊണ്ട് തന്നെ പോവാം, ബിക്കോസ് ഇവിടെയാണ് ആ കൂപ്പർ നമ്മൾ പാർക്ക് ചെയ്യുന്നത്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് കറങ്ങി പോകണമെന്നുള്ളൂ. കൂപ്പർ അവിടെ കൂപ്പർ ഇഴുകി അവിടെയും വരെ എത്തി. നമുക്ക് ഈ വണ്ടി അവിടെ കിടക്കട്ടെ. ബെസ്റ്റ് വാ നമുക്ക് എന്തായാലും കൂപ്പർ എടുത്ത് നേരെ പലീറ്റോ ബേയിലോട്ട് പോവുകയാണ് നമ്മൾ. അവിടെ ഇപ്പോഴും പോലീസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ബെസ്റ്റ് പെട്ടെന്നോ കയറി ലെസ്റ്റ്. ഓക്കെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. നമ്മുടെ സൂപ്പറൊക്കെ തിരിച്ചെടുക്കണം, പക്ഷേ ഇപ്പോൾ സമയമില്ല. നമുക്ക് ആദ്യം നേരെ പലീറ്റോ ബേയിലോട്ട് ആ ലൊക്കേഷനിലോട്ട് പോകണം. ലെസ്റ്റർ ലൊക്കേഷൻ ഓൺ ദ വേ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ പലീറ്റോ ബേ ഹൈവേ പിടിച്ചോളാനാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ ആ ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ആ ലെസ്റ്റർ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നായിരുന്നു. ആ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലെസ്റ്ററും ഉണ്ട് ഞാനും ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാനാണ് ഇപ്പോൾ മാപ്പ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഹൈവേ കൂടെ നല്ല സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിഞ്ഞൂടെ, ആരാ നമുക്ക് അവിടെ വേണ്ടി വെയിറ്റ് ചെയ്യണേന്നോ ഒരു കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ അത് ടാസ്ക് ആവും ഗൈസ്. ബിക്കോസ് എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് മൈക്കിളിൻ്റെ ഫാമിലി പോയി, ലാമർ പോയി, പിന്നെ രൂപിയും പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ല നമ്മളെ രക്ഷിക്കാൻ വരാൻ പോലും. മൈക്കിൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകാൻ ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ ലൊക്കേഷൻ തന്നേക്കണ ഈ റോഡിൻ്റെ എൻഡിലോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ കൂപ്പർ ഒരു രക്ഷയിലോട്ടോ ഗൈസ്. അടിപൊളി ശബ്ദമാണ് ഈ വണ്ടിയുടെ ഗൈസ്. റോഡൊക്കെ തീർന്നു തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എത്തി നോക്കാം. ലെസ്റ്റർ പറഞ്ഞ് ഈ വണ്ടിയുടെ ബാക്കിൽ സ്നൈപ്പർ ഇരിക്കേണ്ടത് പുള്ളി പറഞ്ഞായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ കാണാം കേട്ടോ ഗൈസ്. ചെറുതായിട്ട് അവിടെ ലൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ചിങ്ങോട്ട് മാറ്റി വണ്ടി നിർത്തിയിട്ട് നമുക്ക് നോക്കിയേക്കാം. എന്തായാലും വണ്ടി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കാം. ലെസ്റ്റർ പറഞ്ഞ് ഇതിൻ്റെ ബാക്കിൽ സ്നൈപ്പർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് സ്നൈപ്പർ ഉണ്ടോ എന്ന് നോക്കിയേക്കാം ജസ്റ്റ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്നൈപ്പറിൽ സൂം ചെയ്യാൻ പറ്റണ ഒരു എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ വെട്ടം വന്നത്. ഓക്കെ നമുക്ക് കുറച്ചും കൂടി മാറി എന്ന് നോക്കാട്ടെ ഗൈസ്. അപ്പോൾ അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതെന്താണ് ഇവിടെ നിന്നൊരു വെട്ടം, ഇതെന്താണത് ഗൈസ്? ജസ്റ്റ് ഒരു വീടാണ്, ഇത് വീടാണ് നമുക്ക്. പക്ഷെ അവിടേക്കാണ് പോകേണ്ടത്. പക്ഷെ നമ്മളിവിടെ ലൊക്കേഷൻ ഓക്കെ ഗൈസ്. ആ റെഡ് ഡ്രസ്സ് ഇട്ട പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ആ ഗ്യാങ്ങിൻ്റെ മെയിൻ ഒരു മെമ്പറാണെന്ന് തോന്നുന്നു. പുള്ളി മാത്രമേ ഉള്ളൂ റെഡ് ഗ്യാങ്ങിൽ നിന്ന്, ഐ മീൻ ദ ചൈനീസ് ഗ്യാങ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഗൈസ്, എനിക്ക് തോന്നുന്നു ലോസ് ഗ്യാങ്ങും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. ബിക്കോസ് നമുക്കിട്ട് എന്ത് പണിയാൻ ആര് വന്നാലും ലോസ് ഗ്യാങ് അതിൽ എന്തായാലും ഉണ്ടാവും ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റഷ്യമാരുടെ സീൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഫുള്ള് ചൈനീസാണ്. ചൈനീസ് മാത്രമല്ല, അത് 14K ട്രയൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സിൻഡിക്കേറ്റാണ് ഇതിൻ്റെ പുറകെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ ആ വൈറ്റ് GTR ഇവിടെ കിടക്കുന്നുണ്ടാവും. കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ആ മൗണ്ടനിൽ കയറാൻ പോയപ്പോൾ തന്നെ ഒരു വൈറ്റ് GTR ഇറങ്ങി പോകണ്ടായിരുന്നു. ആ GTR അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കണം ആരും എനിക്ക് തോന്നുന്നു ഈ പുള്ളിയുടെയാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, നമ്മുടെ ഗണ്ണൊക്കെ അവിടെ എന്തായാലും കോൺഫിസ്കേറ്റ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് വണ്ടിയിലോട്ട് ഗൺ വെച്ചിട്ട് അങ്ങോട്ട് പോയേക്കാം. ബിക്കോസ് ഗണ്ണൊന്നും പാടില്ല. ഗണ്ണ് എന്തായാലും അവന്മാരവിടെ പിടിക്കും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ എടുത്തുണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും ഗണ്ണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്ക് അടച്ചേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് അടച്ചിട്ട് അങ്ങോട്ട് പോയേക്കാം. ലെസ്റ്റർ ഒന്നോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അവരിപ്പോൾ ഒന്നും ചെയ്യാൻ പോകണം. നമ്മളതിൽ കണ്ണും മൂടും ഇല്ലെങ്കിൽ കൺഫേം ചെയ്തേക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കണ്ണൊന്നുമില്ല, അതെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ അകത്തുണ്ട്, അതെന്തായാലും പിടിക്കണം. നമുക്കൊന്നും ചെയ്യാനില്ല. ലൈറ്റൊക്കെ ഇട്ട് പോവുക ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ അപ്പോൾ ഇവിടെയാണെന്ന് തോന്നാൻ എൻട്രി പോയി. നമുക്ക് എന്തായാലും ഇവിടെ സംസാരിച്ചിട്ട് അങ്ങോട്ട് കയറാം. ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും സംസാരിക്കാം. ഹലോ സാർ, അപ്പോൾ പുള്ളീനെ മീറ്റ് ചെയ്യാൻ വന്നതാണ് വിളിച്ചിട്ട്.
അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ് നേരെ പോയിക്കോളാൻ പറഞ്ഞു വണ്ടി എടുത്തിട്ട്. ഓക്കെ, പുള്ളി അവിടെ റെഡ് സിഗ്നൽ കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് വേഗം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ഫുള്ള് ഗാർഡ്സിനെ നിൽക്കണം കേട്ടോ. നമുക്ക് സൂക്ഷിച്ചും കണ്ടും പോവാം. എന്താണ് അവർക്ക് വേണ്ടത്, എന്താ കാര്യങ്ങളെന്നൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി സംസാരിക്കേണ്ടത്. ഗൈസ് പുള്ളിയുടെ അടുത്താണ് സംസാരിക്കേണ്ടത്. ബാക്കി ആരാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം ഗൈസ്. എന്തായാലും ഇവിടെയും വരെ വന്ന് ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം. അപ്പോൾ ഗൈസ് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അടുത്ത് വളരെ വളരെ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ 3 പേരെ അവർ ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ട്. മൈക്കിളിൻ്റെ ഫാമിലി, ലാമർ, പിന്നെ കൂടാതെ നമ്മുടെ എൽ റൂബിയോനെ വരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എൽ റൂബിയോണ് നമ്മൾ വിചാരിച്ച ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ, പക്ഷേ പുള്ളീനെ വരെ പിടിച്ചു വെച്ചിട്ടുള്ള അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഏതുകൊണ്ട് ഒരു 5 to 10 മിലിറ്ററി എക്യുപ്മെൻറ്റ്, അവരുടെ മിലിറ്ററി ടെക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് മിലിറ്ററി ടെക്ക് നമ്മൾ അടിച്ചുമാരി കൊടുക്കണം. പിന്നെ വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അത് ഫുള്ള് ഹൈസ്റ്റ് ചെയ്യണം. അതിൽ $10 million ഇവർക്ക് കൊടുക്കാനുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മരിബു റോയൽ ഫാമിലീനെ ഫുള്ളായിട്ട് കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതെന്ന് വെച്ചാൽ മാർട്ടിൻ മെഡ്രാസോൻ്റെ ഫാമിലി, ബിക്കോസ് മാർട്ടിൻ മെഡ്രാസോനെ മാത്രം നമുക്കറിയുള്ളൂ, പുള്ളിക്ക് മക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് തന്നാൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളവരെ വെറുതെ വിടുള്ളൂ എന്നാണ് ഈ പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ പുള്ളി അവരത്യാവശ്യമല്ല, നല്ല രീതിയിൽ പവർഫുള്ളാണ്. ബിക്കോസ് ഇതൊക്കെ ആ റഷ്യൻ മാഫിയയുടെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തൽക്കാലം പോയിക്കോളാൻ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ റൈറ്റിലേക്ക് ഈ പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്ത് പറയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെയാണ് ആ വൈറ്റ് GTR. അപ്പോൾ അതായിരിക്കും ഈ പുള്ളീനെ ആയിരിക്കും നമ്മളിനി മീറ്റ് ചെയ്യാൻ പോകുന്നത് ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവരെ വിട്ടേക്കത്തുള്ളൂ, മൈക്കിളിൻ്റെ ഫാമിലീനെയും എൽ റൂബിയോനെയും, പിന്നെ അത് കൂടാതെ നമ്മുടെ ലാമറിനെയും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഓൺ ദ വേ അപ്ഡേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, മാർട്ടിൻ മെഡ്രാസോനെ നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഗൈസ്. ജസ്റ്റ് നമുക്കെന്നാൽ പോയേക്കാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടേക്കണത്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാനും പറ്റില്ല, അതിനുള്ള ടെക്കും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല. ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു നമുക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ ആരെ വിളിക്കുന്നു ഗൈസ്. അപ്പോൾ ലെസ്റ്ററിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? മിക്കവാറും നമ്മൾ മലിബു റോയൽ ഫാമിലീനെ ഇങ്ങോട്ട് വിളിക്കും, അല്ലാണ്ട് വേറെ വഴിയില്ല. ബിക്കോസ് മാർട്ടിൻ മെഡ്രാസോൻ്റെ ഫാമിലി വരാണ്ട് നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഫുള്ളൊരു രീതിയിൽ നല്ല രീതിയിൽ ട്രാപ്പാക്കിയാണ് അവർ ഇട്ടേക്കുന്നത് ഗൈസ്. അപ്പോൾ വേറൊന്നും അവർ ചെയ്തില്ല, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അറ്റാക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞ് വിട്ടു. പക്ഷേ ഇനി അടുത്ത ദിവസം തന്നെ മറ്റേ പോയി കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇനി ഓരോ കാര്യങ്ങൾ അറിയാം. ഫസ്റ്റ് മിഷൻ പോലെ, ഫസ്റ്റ് അസൈൻമെൻറ്റ് പോലെ നമുക്ക് തരും. അതൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവരെ വിട്ടേക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇഷ്യൂലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു സാഡ് എൻഡിങ് ആണ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റൂട്ട് 10K ആണ്. അപ്പോൾ മെയിൻ ചാനലിൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലേക്ക് താഴെ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തോ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.